അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ടോക്സിക്കിൻ്റെ ഒരു പുതിയ വീഡിയോ റിലീസായിട്ടുണ്ട്. അത് ലേഡീസ് ആൻഡ് ലേഡീസ് എന്ന് പറഞ്ഞാൽ, അതായത് ടോക്സിക്കിലെ ലേഡി ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ ആണെന്നാണ് തോന്നുന്നത്. ഇതുവരെ വന്ന അപ്ഡേറ്റ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു ഏകദേശ ധാരണയുണ്ടല്ലോ പടത്തിൻ്റെ അവസ്ഥ. ഇവർക്കും ഈ പറഞ്ഞ ഒരു ഡൗട്ടുണ്ട് എന്ന് തോന്നുന്നു. കാര്യം ഇനിഷ്യലി ഈ പടം റീഷൂട്ട് ചെയ്യാൻ പോകുന്ന 100 ദിവസം റീഷൂട്ട് ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു റൂമർ വന്നിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഈ സിനിമ ഉടനെ റിലീസുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റിലീസ് ഡേറ്റ് എന്തോ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ അവർക്ക് ഇത് റീഷൂട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നി കാണുമായിരിക്കും. സോ പടം കാണുന്നതിന് മുമ്പ് അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. സോ നമുക്കതിൻ്റെ പുതിയ ആ ടീസർ ഒന്ന് കണ്ടു നോക്കാം. Kids stay away. Parents make sure your kids stay away. Grandparents make sure your kids stay away. Great grandparents at your own risk. എന്താന്നറിയ ഇത്? Love makes monsters of women. It is a beautiful illusion if one understands the depth of its deception. And yet here we are. അവനൊരു ശോഭം വിൽക്കാടല്ല, fighting for his scraps of devotion. Ladies and ladies, ಒಬ್ಬೊಬ್ಬರೇ ಬರ್ತೀರಾ, ಒಟ್ಟಿಗೆ ಬರ್ತೀರಾ? നമ്മൾ കന്നഡ ആണ് കാണുന്നത് കേട്ടോ. But here comes a plot twist, ladies. Don't forget the predictable spectacle of men and their cocks. 26/8 എന്നാണ് പടത്തിൻ്റെ ഓഗസ്റ്റ് 26-ാം തീയതിയാണ് സിനിമ റിലീസാകാൻ പോകുന്നത്. അതുതന്നെ അവർക്ക് മനസ്സിലായി ഇനിയിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് റീഷൂട്ട് ചെയ്യുന്നത് കൊണ്ട് വലിയ ഗുണമുണ്ടാവില്ല, അല്ലെങ്കിൽ സിനിമയെ വേറൊരു ലൈനിലേക്ക് മാറ്റാൻ പറ്റുമെന്ന് നമുക്ക് തോന്നില്ലായിരിക്കും ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇത് കാണുമ്പോഴും നമുക്കൊരു ഒരു 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 മിക്സ്ഡ് ഫീലിംഗ് ആണ്. നമുക്ക് ആ ടീച്ചറും ഇതിനു മുമ്പുണ്ടെങ്കിൽ ടീച്ചറെ കാണുമ്പോൾ തോന്നുന്ന അതേ ഫീലിംഗ് തന്നെ. പ്രത്യേകിച്ച് നമുക്ക് വാവ് എന്നുള്ളൊരു സംഭവം ഒന്നും ഇവിടെ ഫീൽ ചെയ്യുന്നില്ല, കുറച്ച് മിക്സ്ഡ് ഫീലിംഗ് ആണ്. സോ ഈ ടൈപ്പ് ഓഫ് പടങ്ങളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്ന, അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഇതും കാണും. പിന്നെ ഇത് യാഷ് ഗീതു മോഹൻദാസ് 2 പേരുടെ കൈകടത്തി ഇതിങ്ങനെ ആക്കിയെന്നാണ് ഈ ഇൻസൈഡ് റിപ്പോർട്ട്സ്. ഇതിന് സത്യാവസ്ഥ നമുക്കറിയില്ല, ആര് എന്തൊക്കെ പോർഷൻസ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെവിടെയൊക്കെ എത്രത്തോളം കൈകടത്തൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് വലിയ പിടിയില്ല. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ ഒരു എന്താ പറയുക, മൊത്തത്തിലൊരു പ്ലാസ്റ്റിക് മയം സെൻസ് എന്താ പറയുക, ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇങ്ങനൊരു പടം ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് രുക്മിണി വസന്തത്തിന് കൊടുത്തിരിക്കുന്ന വിഗ് അത് കുറച്ച് ഷോകായിട്ടുണ്ട്. ആ പുള്ളിക്കാരി കാണിച്ചപ്പോൾ തന്നെ അയ്യേ എന്നൊരു ഫീലായിപ്പോയി. ബാക്കി എല്ലാവരും നയൻതാര ബൈക്കൊക്കെ കുടിച്ചിരുന്നുണ്ട്, ഫൈറ്റ് സീനൊക്കെ ഉണ്ടായിരിക്കും. ഇത് എല്ലാവരും ഇതിനും പറഞ്ഞൊരു റൂമറുണ്ട്, അതായത് ഈ ഗേൾസ് എല്ലാവരും ചേർന്നുകൊണ്ട്, ഈ ലേഡീസ് എല്ലാവരും ചേർന്നുകൊണ്ട് യാഷിൻ്റെ ക്യാരക്ടറിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഒരു ലൈൻ ഓഫ് ഒരു സ്റ്റോറി ആയിരിക്കും എന്നുള്ളൊരു കിംവദന്തി ഉണ്ട് ഇങ്ങനെ മൊത്തത്തിൽ. ടീച്ചറെ കാണുമ്പോഴും നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എന്താവുമെന്ന് നോക്കാം. ഇനി ട്രെയിലറൊക്കെ ഉടനെ വരുമായിരിക്കും. ഇനി മേജർ ട്രെയിലർ പറഞ്ഞല്ലോ, ട്രെയിലറിനകത്തായിരിക്കും കുറേ കൂടെ ബെറ്റർ ഈ വേൾഡ് എന്താണെന്നോ ഇവരുടെ പരിപാടി എന്താണെന്നോ കുറച്ചുകൂടെ വ്യക്തമാകത്തുള്ളൂ തോന്നുന്നു. അതോ ട്രെയിലറും ഇതേപോലെ തന്നെ ഒരു കട്ടായിരിക്കാനാണ് ചാൻസ് കൂടുതലെന്നാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത്. ഇനി പടത്തിൻ്റെ അടുത്ത അപ്ഡേറ്റ്സ് വരട്ടെ.